കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു കാലയളവ് വീണ്ടും നീണ്ടു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തെക്കേപ്പുറത്തെ ഡ്രൈനേജിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് പോസ്റ്റുകൾ മാറ്റാൻ തുടങ്ങിയത് ആശ്വാസകരമാണ്. 7 പോസ്റ്റുകൾ മാത്രമേ ഇന്ന് ഈ ദിവസം വരെ മാറ്റിയിട്ടുള്ളൂ. ഇനി മൂസാജിമുക്കിലുള്ള ഈ ഭാഗത്തുള്ള ഈ പറയപ്പെട്ട ഈ പോസ്റ്റുകൾ മാറ്റണമെങ്കിൽ ബന്ധപ്പെട്ട സ്ഥല ഉടമകളിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കൊടുക്കണം ഈ പറയപ്പെട്ട കോൺട്രാക്ടർ. അങ്ങനെ വരുമ്പോൾ ഇനിയും കാലതാമസം വരും. ഈ പോസ്റ്റുകൾ 40 പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും സാധ്യമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ വളരെ 1 by 1 ആയി ഈ പോസ്റ്റുകൾ മുഴുവനും മാറ്റിക്കൊണ്ട് ഇത് ഈ റോഡിന്റെ പണി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ വേനൽക്കാലത്തെ മഴ വന്നിരിക്കുന്നു. ഇനി ജൂൺ മാസത്തോടുകൂടി മഴ കനക്കും. അങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ ഈ ചെറുവത്തൂർ പടനയിലേക്കുള്ള റോഡിന്റെ യാത്ര ഗതാഗത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയോട് ഞങ്ങൾ നിരന്തരമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാർ നേരിട്ട് പോയി സമീപിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ സാഹിബിനെ നേരിട്ട് കാഞ്ഞങ്ങാട്ട് വെച്ച് കണ്ട് നിവേദനം നൽകി. ആവശ്യമായി ഈ പണി ത്വരിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴൊക്കെ ഇലക്ട്രിക് പോസ്റ്റിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാനാണ് ഈ കമ്പനി ശ്രമിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ആവശ്യമായിട്ടുള്ള ബഹുജന പിന്തുണയോടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സമരം ശക്തമാക്കിയെങ്കിലും മാത്രമേ നമുക്ക് ഈ മഴയ്ക്ക് മുമ്പ് ചെറുവത്തൂര് പടന്ന റോഡിന്റെ പണി നമുക്ക് പാച്ച് വർക്കെങ്കിലും നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള ഈ വർക്കും ഈ പദ്ധതിയും ഉടനെ തന്നെ ഇത് റദ്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഉത്തരവാദപ്പെട്ട PWD ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാനുള്ളത് ഇവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇവരോട് ഈ കമ്പനിയോട് ഇനി പണിയെടുക്കേണ്ട എന്ന് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് പറയില്ല. എന്തുകൊണ്ട്? ഈ കരാറുകാരൻ കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ആ കരാറുകാരന്റെ നഷ്ടം വകവെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കോടതിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വിധി സമ്പാദിക്കാൻ ഈ കരാറുകാരന് സാധിക്കും. അങ്ങനെ ഈ വർക്ക് ഒഴിഞ്ഞു പോകണമെന്ന് PWDക്ക് ഒരിക്കലും ഈ കമ്പനിയോട് പറയാൻ സാധ്യമല്ല. അതേസമയം സ്വമേധയാൽ ഈ കമ്പനി ഒഴിഞ്ഞു പോയാൽ PWDക്ക് വേണമെങ്കിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ എടച്ചാക്കയിലെ ഈ പാലത്തിനപ്പുറത്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് നടക്കാവ് വരെ റോഡ് വളരെ നല്ല രൂപത്തിൽ PWD അറ്റകുറ്റപ്പണി നടത്തി. അതുപോലെ തന്നെ ചെറുവത്തൂരിനപ്പുറത്തൊക്കെ മടക്കര ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ അവരൊക്കെ അറ്റകുറ്റപ്പണി നടത്തി. PWDയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ അവർക്ക് ആവശ്യമായ സ്ഥലത്ത് അത് റിപ്പയർ ചെയ്യാനുള്ള ഫണ്ടുകളുണ്ട്. പക്ഷെ ഈ പദ്ധതിക്ക് PWDക്ക് ഫണ്ടുകൾ നൽകാനോ പണിയെടുക്കാനോ സാധിക്കാത്തത് ഈ കമ്പനി ഏറ്റെടുത്തത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. 9.5 മീറ്റർ റോഡ് വീതി കൂടുക എന്നത്, ആവശ്യമായ സ്ഥലത്ത് 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡ്രൈനേജ് വരിക എന്നത്, 5 കളവട്ട് സ്ഥാപിക്കുക എന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഒരിക്കലും ഇവിടെ നിട്ടേച്ച് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഈ റോഡ് വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരുടെ സംഘം തന്നെ 2 ദിവസത്തിനകം ഇവിടെ സന്ദർശിക്കുമെന്ന് ബഹുമാനപ്പെട്ട EA ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. AXC ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനകം തീർച്ചയായും പടന്നയിലേക്ക് എറണാകുളത്തെ കരാറുകാരുടെ സംഘം വന്നുകൊണ്ട് ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഇവിടെ ആവശ്യമായിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും ഡിസംബർ 31-നകം തന്നെ ഈ റോഡിന്റെ പണി എന്താണോ കരാറിൽ പറഞ്ഞത് അത് പൂർത്തീകരിക്കാമെന്ന് ബന്ധപ്പെട്ട PWD ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാർ ഞങ്ങൾക്ക് ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെക്കാഡ് എന്ന് പറയുന്ന ഒരു ടാറിംഗ് ആണ് ഈ കമ്പനിയുടെ ഈ കരാറിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. BMBC എന്നാണ് അതിന്റെ പേര്. ബിറ്റുമീൻ മെക്കാഡ്, ബിറ്റുമീൻ അതുപോലെ തന്നെ കോൺക്രീറ്റ് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള മിശ്രിതമൊക്കെ ചേർത്തുകൊണ്ട് 1.5 ഇഞ്ചും 1/2 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ മിക്സ് ആക്കിക്കൊണ്ട് അതിലാവശ്യമായിട്ടുള്ള കെമിക്കൽ ചേർത്തുകൊണ്ട് നമ്മുടെ ഹൈവേയിൽ സ്ഥാപിക്കുന്ന മെക്കാഡ് റോഡ് മെക്കാഡിംഗ് ആണ് ഈ റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നത്. മഴയ്ക്ക് മുമ്പ് മെക്കാഡിംഗ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് വീതി വേണമെങ്കിൽ കൂട്ടാം, ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണി വേണമെങ്കിൽ എടുക്കാമെന്ന് ചെറിയ തോതിലെങ്കിലും നമ്മുടെ ഈ സമര പ്രഖ്യാപനത്തിന് ശേഷം
ബന്ധപ്പെട്ട എഞ്ചിനീയർമാർക്ക് ഈ കരാറുകാരുടെ കമ്പനി ഇന്ന് ഉറപ്പ് നൽകിയതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം വരെ ഈ ഒരു വാക്കിനായി ഞങ്ങൾ കാത്തുനിൽക്കും. ശനിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ഈ റോഡിന്റെ പണി ഏത് ദിവസമാണ് തുടങ്ങുക എന്നുള്ള ഒരു ഉറപ്പ് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഈ കമ്പനി വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ കരാറുകാരന്റെ എറണാകുളത്തെ വസതിയിലേക്ക്, കോഴിക്കോട്ട് ഇവരുടെ കമ്പനിയുടെ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് ധർണ നടത്താൻ, മാർച്ച് നടത്താൻ നിർബന്ധിതരാകുമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമുള്ള ഒരു റോഡ് എന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കേണ്ടത് ഞങ്ങൾ ആവശ്യമാണ്. ഒരു പാലമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാമായിരുന്നു, അവിടെ പാലമുണ്ടായിട്ടില്ല, അവിടെ കടത്ത് തോണിയായിരുന്നു ഉണ്ടായിരുന്നത്, ആളുകൾ കടത്ത് തോണിയിൽ യാത്ര ചെയ്യുമല്ലോ എന്ന്. നമ്മുടെ ഇവിടുത്തെ മാവില കടപ്പുറത്തെ പാലം കഴിഞ്ഞ UDF സർക്കാർ നൽകി. പക്ഷെ LDF സർക്കാർ വന്നപ്പോൾ 5 വർഷം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും UDF സർക്കാർ വന്നപ്പോ അതിന്റെ പണികൾ പല കാരണങ്ങളാൽ പറഞ്ഞുകൊണ്ട് നീണ്ടു പോയിട്ടുണ്ട്. വീണ്ടും LDF സർക്കാരാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെയൊക്കെ കാരണങ്ങൾ എന്ന് പറയുന്നത് കരാറുകാരൻ മരിച്ചുപോയി, കരാറുകാരന് കടബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാവിലാക്കടപ്പുറത്തെ പാലം നീണ്ടുപോയിട്ടുണ്ട്. അവിടെ കടത്ത് സൗകര്യമുണ്ട് തോണിയിൽ. അതുപോലെ തന്നെ എടയിലക്കാട് പാലം, വലിയവറമ്പ് എടയിലക്കാട് പാലം വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യമായിട്ടുള്ള തറക്കല്ലിട്ട് പണി ആരംഭിച്ചിട്ടും ഇന്നേ വരെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമം ഉണ്ടാക്കുന്നതല്ല. നേരെ മറിച്ച് ചെറുവത്തൂർ റോഡ് എന്ന് പറയുന്നത് ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ്. PWD സാധാരണഗതിയിൽ റിപ്പയർ ചെയ്യുന്നത് ഈ കമ്പനിക്ക് കൊടുത്തത് മൂലമില്ലാതായി. ഈ കമ്പനിയാണെങ്കിൽ മെല്ലെപ്പോക്ക് സമീപനത്തിലൂടെ നല്ല ഒരു കമ്പനിയുടെ ഒരു വർക്ക്, ഒരു സർക്കാരിന്റെ നല്ലൊരു പദ്ധതി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സാധന സാമഗ്രികളുടെ വില കൂടും, അതുപോലെ തന്നെ ടാറിന്റെ വില കൂടും, അതുപോലെ തന്നെ കോൺക്രീറ്റ് സാധനങ്ങളുടെ വില കൂടും. സ്വാഭാവികമായിട്ട് കരാറിന് ആ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വർധനവിന് വേണ്ടി, യബോക്ക് വേണ്ടി വീണ്ടും സർക്കാരിനെ സമീപിക്കും. അങ്ങനെ നീണ്ടു പോയാൽ ചെറുവത്തൂരിലെ ഗതാഗത കുരുക്ക് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു നടപടി 2 ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ സഹായ ധർണയിൽ വെച്ച് ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. പക്ഷെ ഇതിൽ നിന്ന് വിശ്രമിക്കാതെ ഇനിയുള്ള നാളുകൾ STU പോലുള്ള, അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോ തൊഴിലാളികളെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വമ്പിച്ച ഒരു ഉപരോധത്തിലേക്ക്, അതുപോലെ തന്നെ വമ്പിച്ച ഒരു വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് തന്നെ മുന്നിൽ നിന്നുകൊണ്ട് സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിൽ നിന്ന് ദയവ് ചെയ്ത് ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്രാഹിം കുഞ്ഞിയുടെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ കമ്പനിയുടെ MDയെ വിളിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. പടന്ന റോഡിന്റെ പ്രവൃത്തി അടിയന്തരമായി എന്ത് തന്നെ സാങ്കേതികമായി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് അടിയന്തരമായി അതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയോ, അതല്ലെങ്കിൽ അവിടെ റോഡ് കുണ്ടും കുഴിയുമായിട്ടുണ്ടെങ്കിൽ അത് റീടാർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ മഴയ്ക്ക് മുമ്പ് ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട മന്ത്രി തന്നെ കമ്പനിയുടെ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നീണ്ടു പോവുക എന്ന് പറയുന്നത് കരാറുകാരന്റെ ഒരവസ്ഥ തന്നെയാണ്. ഒരു സ്വകാര്യ കരാറുകാരനാണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ആ പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ AXCക്കോ AEക്കോ വേണമെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും, അവരുടെ സെക്യൂരിറ്റി പിടിച്ചുവെക്കാൻ വേണ്ടി സാധിക്കും. ആ കരാറുകാരൻ ഒരിക്കലും ഈ പ്രവൃത്തി ഇനിയൊരു പ്രവൃത്തി നൽകരുതെന്ന് ബന്ധപ്പെട്ട PWD ഡിപ്പാർട്ട്മെന്റിന് ഒരു സ്വകാര്യ കരാറുകാരനെ വിളിച്ചു പറയാൻ വേണ്ടി കഴിയും. ഒരു കരാറുകാരന്